മലപ്പുറം തൃശൂർ ദേശീയപാത റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി പുനരാരംഭിച്ചു. കേച്ചേരി ചൂണ്ടൽ മേഖലയിലെ നിർമ്മാണ പ്രവൃത്തിയാണ് പുനരാരംഭിച്ചത്. ആവശ്യത്തിന് ടാറിംഗ് മിക്സ് ലഭിക്കാതായതോടെ നിർത്തിവയ്ക്കേണ്ടി വന്ന കേച്ചേരി ചൂണ്ടൽ മേഖലയിലെ നിർമ്മാണ പ്രവൃത്തിയാണ് പുനരാരംഭിച്ചത്. 3 വലിയ ടോറസ് ലോറികളിലായി എത്തിച്ച ടാറിംഗ് മിക്സാണ് നിർമ്മാണ പ്രവൃത്തിക്കായി ഉപയോഗിച്ചത്. തൂവന്നൂർ മേഖല വരെയുള്ള ടാറിംഗ് പൂർത്തീകരിക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നത്. കഴിഞ്ഞ 5 ദിവസമായി റോഡിലെ ഗതാഗതം നിരോധിച്ചാണ് ടാറിംഗ് പ്രവൃത്തി നടത്തിയിരുന്നത്. എന്നാൽ കാര്യമായി റോഡിന്റെ പ്രവൃത്തി പുരോഗമിക്കാത്തതിൽ യാത്രക്കാരുടെ ഭാഗത്തു നിന്ന് വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. ഇതോടെ ഞായറാഴ്ച അടച്ച റോഡ് തുറന്ന് സ്വകാര്യ ബസ്സുകളും കണ്ടെയ്നർ ലോറികളും ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നു. വീണ്ടും നിർമ്മാണം ആരംഭിച്ച പശ്ചാത്തലത്തിൽ ചൂണ്ടൽ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കൂനമൂച്ചി, മറ്റം, ആളൂർ വഴി കേച്ചേരിയിലേക്ക് തിരിച്ചുവിട്ടു. കേച്ചേരിയിൽ നിന്നുള്ള വാഹനങ്ങൾ ഇതേ പാതയിലൂടെ ചൂണ്ടൽ എത്തിച്ചേരുകയും ചെയ്തു. കേച്ചേരി വരെയുള്ള കുഴികൾ അടയ്ക്കുന്നത് പൂർത്തിയായാൽ ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്നും അധികൃതർ അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ കുടുംബം ഇന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെ കാണും. അർജുനായുള്ള തെരച്ചിൽ പുനരാരംഭിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. കോഴിക്കോട് MP MK രാഘവനും കുടുംബത്തോടൊപ്പമുണ്ട്. വിവരങ്ങൾ അഗസ്റ്റിൻ ജോസഫ് നൽകും. ജോസഫ്, ഇപ്പോൾ അർജുന്റെ കുടുംബം കർണാടക മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും സമീപിക്കാനിരിക്കുന്നു. എപ്പോഴാണ് അവരുടെ കൂടിക്കാഴ്ച? എന്തൊക്കെ ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കും? ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടി ബംഗളൂരിലാണ് അർജുന്റെ കുടുംബം ഈ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും കാണുന്നത്. തിരച്ചിൽ പുനരാരംഭിക്കണമെന്ന ആവശ്യമാണ് പ്രധാനമായും അർജുന്റെ കുടുംബം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിപ്പ് നൽകിയത്. പിന്നീട് പുനരാരംഭിക്കാമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും അത് പാലിക്കപ്പെടില്ല. ഈ പാലിക്കപ്പെടാത്ത ഉറപ്പ് നടത്തി തരണമെന്നാണ് ഈ കുടുംബം പ്രധാനമായും ഈ CM-നെ കണ്ട് പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ഡ്രഡ്ജർ സംവിധാനം അടക്കം എത്തിച്ചുകൊണ്ട് തിരച്ചിൽ പുനരാരംഭിച്ചെങ്കിൽ മാത്രമേ ഇനിയുള്ള രക്ഷാദൗത്യം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നാണ് നിലവിലുള്ള വിലയിരുത്തൽ. അതിന് ആവശ്യമായ നടപടിക്രമങ്ങളും സാമ്പത്തിക സഹായങ്ങളും ലഭിക്കേണ്ടതുണ്ട്. ഇതൊക്കെ പരിഗണിച്ചാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ ഇന്ന് കുടുംബം കാണുന്നത്. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രിയും കാണുമെന്നാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരം. അർജുന്റെ കുടുംബത്തിൽ അർജുന്റെ അർജുന്റെ സഹോദരി ഭർത്താവ് അർജുൻ, അതുപോലെ തന്നെ MK രാഘവൻ MP, AK മഷറഫ് MLA തുടങ്ങിയവരാണ് ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നതെന്നാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരം. വൈകിട്ട് 4 മണിയോടുകൂടി ബംഗളൂരുവിൽ വെച്ചായിരിക്കും ഇത്തരത്തിൽ കൂടിക്കാഴ്ച എന്നും ഇപ്പോൾ വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് സുപ്രധാന നീക്കങ്ങൾ നടത്തണമെങ്കിൽ ഇനി കർണാടക സർക്കാരിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ജില്ലാ ഭരണകൂടത്തിന് വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാണ് ജില്ലാ ഭരണകൂടം തന്നെ വ്യക്തമാക്കിയത്. സാമ്പത്തിക സഹായം, അതുപോലെ തന്നെ യന്ത്രങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയും അതുപോലെ ഉദ്യോഗസ്ഥരെ ഏകീകരിക്കുന്നതിനും വേണ്ടിയും കൂടുതൽ സഹായങ്ങൾ ആവശ്യമുണ്ട്. ഇതിന് കർണാടക സർക്കാർ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു നീക്കവുമായി അർജുന്റെ കുടുംബം തന്നെ രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യം. ജോസഫ്, നേരത്തെ ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തെരച്ചിൽ ഉൾപ്പെടെ നടത്തുന്നതിൽ ഒരു വീഴ്ച സംഭവിച്ചിരുന്നു. പക്ഷെ അത് പിന്നീട് ആ വീഴ്ച പരിഹരിക്കുകയും ചെയ്തു. എങ്കിലും കൂടുതൽ കേന്ദ്രത്തിന്റെയും അല്ലെങ്കിൽ സൈന്യത്തിന്റെയും ഒക്കെ കൂടുതൽ ഇടപെടൽ ഉണ്ടായി. കേരളത്തിന്റെ സമ്മർദ്ദം